2025 ജൂൺ 23 തിങ്കളാഴ്ച രാവിലെ മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ മരിച്ചു. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് സെൻട്രൽ ഹാളിൽ തന്നെ ആണ് മറമാടിയത്, ജാറമുണ്ടാക്കിയത്. വീട്ടിലായതുകൊണ്ട് ജാറത്തിൽ നിന്നുള്ള വരുമാനം സമസ്ത എന്ന സംഘടനക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല. ചിലപ്പോൾ എന്തെങ്കിലും കമ്മീഷൻ കിട്ടുമായിരിക്കും. ഇത്ര ശതമാനം വെച്ചിട്ട് അത് കുടുംബത്തിന് തന്നെ കിട്ടാനാണ് സാധ്യത. പിന്നെ അതുകൊണ്ട് ജീവിക്കാനായിരിക്കും സാധ്യത. പിന്നെ ഇനി പോരിശ പറഞ്ഞ് നമ്മളെ നാട്ടിലെ ഖത്തീബുമാരൊക്കെ എല്ലാ ഭക്തന്മാരെയും അങ്ങോട്ടയക്കും. കേരളത്തിൽ മൊത്തത്തിൽ ബിസിനസ്സൊക്കെ എല്ലാ മേഖലയിലും തകർന്നിട്ടാണ് ഉള്ളത്. കുറച്ചൊക്കെ വിലക്കയറ്റം, പിന്നെ നമ്മുടെ സർക്കാരുകളെ അഴിമതി, പിന്നെ ഒരു ഭാഗത്ത് വർഗീയത, പിന്നെ എന്ന് വേണ്ട കഴിഞ്ഞ കൊല്ലം ഉരുൾപൊട്ടിയ വകയിൽ വയനാട്ടിലെ പിരിവെടുത്ത പൈസ പോലും സർക്കാർ ഇതുവരെ കൊടുത്തിട്ടില്ല. എല്ലാം പോക്കറ്റിലാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള സമസ്ത പോലുള്ള വിവരമില്ലാത്ത കോമുള്ളത് കൊണ്ട് ജാറ വ്യാപാരത്തിന് നഷ്ടങ്ങളൊന്നും വരികയില്ല. തീർച്ചയായും വിജയിക്കാനാണ് സാധ്യത. ഇനി മുതൽ മാണിയൂർ ഉസ്താദിൻ്റെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ആ കുടുംബം ഇങ്ങനെയൊക്കെ സൗകര്യപ്പെടുത്തി കൊടുക്കും. കാരണം ജീവിതത്തിൽ അദ്ദേഹം വെള്ളം കൊടുത്തിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, അത് വീട്ടിനകത്ത് മക്ബറ ഉണ്ടാക്കിയത് കാരണം ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ ഉറവ രൂപത്തിലോ അല്ലെങ്കിൽ പൈപ്പ് ഒക്കെ ആ രൂപത്തിലോ തലഭാഗത്തുനിന്നോ കാൽഭാഗത്തുനിന്നോ ആ ഭാഗത്തെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടി വെള്ളം വരുത്തിച്ചിട്ട് ആ വെള്ളം വിൽക്കാനാണ് സാധ്യത. പോലീസ് പറഞ്ഞിട്ട് ആ വെള്ളം സേവിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്താൽ പിന്നെ അതിൻ്റെ കറാമത്ത് ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കും. 2 കിഡ്നിയും പോയവർക്ക് പുതിയ കിഡ്നി വരും. അതുപോലെ പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് ആ വെള്ളം കുടിച്ചാൽ പ്രസവിക്കും. മാറാ രോഗങ്ങളൊക്കെ മാറും. നമ്മളിപ്പോൾ CM അടവൂരിന് കേൾക്കുന്നില്ലേ, അതുപോലത്തെ ഒരുപാട് കറാമത്തുകൾ ഇനി കേൾക്കാം. നമ്മുടെ നാട്ടിലെ സുന്ദരന്മാരായ ഖത്തീബുമാരുണ്ടല്ലോ, അത് മാണിയൂറിൻ്റെ കറാമത്തുകളൊക്കെ പറഞ്ഞ് ഭക്തന്മാരെ അങ്ങോട്ടേക്കും. ഈ സുന്ദരമാണെന്ന് പറയാൻ കാരണം നല്ല കന്തൂറിയും തളിയൊക്കെ തൊപ്പിയൊക്കെ ഇട്ട് നല്ല സുന്ദരന്മാർ തന്നെയാണ്. ദീൻ അണുമണിത്തൂക്കം ഉണ്ടാവില്ല, പക്ഷെ അവരെ പിന്നാലെ ഒരുപാട് പേരുണ്ടാവും. അതുകൊണ്ടാണ് സുന്ദരന്മാർ എന്ന് പറയാൻ കാരണം. ലോകത്ത് ക്രിസ്ത്യാനികൾക്ക് അവരുടെ ഒരു മഹാൻ മരിച്ച് 100 കൊല്ലത്തിന് ശേഷമാണ് വത്തിക്കാനിൽ നിന്ന് മാർപ്പാപ്പ പ്രഖ്യാപിക്കൽ അദ്ദേഹം വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന്. പിന്നീട് അങ്ങോട്ട് ക്രിസ്ത്യാനികൾ അവരെ പേരിലായിരിക്കും നേർച്ചർപ്പിക്കുക ഒക്കെ ചെയ്യുന്നത്. ഈ CM അടവൂരിനും മാണിയൂർ ഉസ്താദിനൊക്കെ ആക്കുന്നത് പോലെ അവരെ 100 കൊല്ലം കഴിയണം ഒരു പുതിയ നമ്മുടെ ജാറം പോലത്തെ അവർക്കൊരു ജാറം കിട്ടാനും ഒരു കറാമത്തുള്ള മനുഷ്യനെ കിട്ടാനും വേണ്ടിയിട്ട്. അതുപോലെ ഹിന്ദുക്കൾക്കാണെങ്കിൽ അവർ മുമ്പേ ആരാധിച്ച് വരുന്ന ആരാധനാമൂർത്തികളൊക്കെ ഉള്ളൂ, പുതുതായിട്ടൊന്നുമില്ല. പിന്നെ പഴയതിൽ നിന്ന് പശുവിനെ പോലെ ഉള്ളത് അവർ കൂടുതൽ അതിനെ സ്നേഹിച്ചിട്ട് ഗോമൂത്രവും ചാണകവും ഒക്കെ കുടിച്ച് തൃപ്തി അടയുന്നു ചിലർ. മുസ്ലിങ്ങൾക്ക് അങ്ങനെയല്ല. അവരുടെ ഓരോ മഹാന്മാർ ഭരിക്കുമ്പോഴും ഇങ്ങനെ കെട്ടിപ്പൊക്കുകയാണ് ചെയ്യുന്നത്.
ഇപ്പോഴ് മാണിയൂർ ഉസ്താദിൻ്റെ 3-ാം നാൾ മുതൽ, മരിച്ചിട്ട് 3-ാമത്തെ ദിവസം മുതൽ തുടങ്ങി ആരാധന, നേർച്ചർപ്പിക്കലൊക്കെ. എന്നിട്ട് പറയൂ ഞങ്ങൾ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ എന്നൊക്കെ. അവിടെ പോകുന്നതും വിഷമങ്ങളും ഒക്കെ മരിച്ചവരോട് പറയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ വിഷമങ്ങൾ ഹാസിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അവിടെ നേർച്ച അർപ്പിക്കുന്നതുമൊക്കെ. എന്നിട്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ അള്ളാഹിനോടെ ചോദിക്കാറുള്ളൂ, അള്ളയാണ് ഇലാഹ് എന്നൊക്കെ. ഇവരെന്നെ പറയുകയും ചെയ്യും ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഭൂമിയിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ ഇദ്ദേഹം കണ്ണ് ചിമ്മിയാൽ ലോകം വിമാനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടും എന്നൊക്കെ ഇനി പറഞ്ഞ് പ്രചരിപ്പിക്കും. എന്ത് ചെയ്യാനാണ്? വീട്ടിനകത്ത് മക്ബറ ഉണ്ടാക്കിയത് പിന്നെ ആരാധിക്കാനല്ലാതെ പിന്നെ എന്തിനാണ്? അദ്ദേഹത്തെ ദിവസവും കാണാനാ, അല്ല അദ്ദേഹത്തിൻ്റെ ആ സിമൻറ്റ് നീളത്തി വെച്ച സിമൻറ്റ് കട്ട കാണാനാ? എന്തിനാണ് വീട്ടിനകത്ത് മറമാടിയത്? അത് ആരാധിക്കാൻ തന്നെയാണ്. ഒന്ന് കണ്ടു നോക്കിയ സെൻട്രൽ ഹാളിൽ മക്ബറക്ക് വേണ്ടിയിട്ടുള്ള കുഴി കുഴിക്കുന്നത്.